ടീച്ചറെ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. സോറി. വാതിൽ അടച്ചിരുന്നോ? ആ, അടച്ചിട്ടോ. ശബ്ദം കേൾക്കും. ശരിയുണ്ട്. അതെ ടീച്ചറെ, ഞാൻ കുറച്ച് ലേറ്റായി. അത് ഓൺ എക്സാമല്ലേ വരാൻ പോണത്. അപ്പോൾ കുറേയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള പഠിക്കാമെന്ന് വിചാരിച്ചു. ആ ശരി, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ന്യൂ അഡ്മിഷൻ അല്ലേ? ആ അതെ. എന്നാ പേര്? പേര് ആര്യ. ഓക്കെ, 6-ലല്ലേ പഠിക്കണേ? ഓക്കെ, എവിടെയാണ് പഠിക്കണേ? 6-ല്. അല്ലേ, ഏത് സ്കൂളിലാണ്? അയ്യോ, ഞാൻ LF-ലാണ് ഇവിടെ ഇരുന്നോളൂ. ടീച്ചർ, ഇത് സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് എടുക്കുന്നത്. അത് ഞാൻ കുട്ടിക്ക് പാടുള്ളത് എടുക്കാൻ. ആ ശരി ടീച്ചർ, ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ. അപ്പം എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ക്ലാസ്സിൽ പുതിയതായിട്ട് ന്യൂ അഡ്മിഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കുട്ടിയുടെ പേര് പറഞ്ഞു കൊടുത്തോ. ആര്യ. ആര്യ അല്ലേ? അപ്പോൾ ആര്യ എന്നാണ് നമ്മുടെ കുട്ടിയുടെ പേര് കേട്ടോ. അതെ, അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരുന്നു കേട്ടോ. അവിടെ മറ്റേ കുട്ടി ഇരുന്നോട്ടെ. ഇരുന്നോട്ടോ. ഓക്കെ. ന്യൂ അഡ്മിഷൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടേക്ക് അങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ പറ്റില്ല. അപ്പം നേരെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഓൺ എക്സാം വരാൻ വേണ്ടിയിട്ട് പോവാണല്ലേ? അല്ലേ? സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും? ഇല്ല. ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. അവിടെ ശ്രദ്ധിച്ച് ഓൺ എക്സാമിന് വായി നോക്കി തുറന്നിട്ടുണ്ട് വരും കേട്ടോ. അവന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. ഓൺ എക്സാം വരാൻ പോവാണല്ലേ? യെസ് ഓർ നോ? യെസ്. യെസ്. ഓൺ എക്സാം വരാൻ പോകുമ്പോൾ നമുക്ക് കുറേ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറേ സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇല്ലേ? യെസ് ഓർ നോ? എൻ്റെ ക്ലാസ്സിൽ യെസ് ഇല്ലേന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് തറപ്പിച്ച് പറയണം കേട്ടോ. നിങ്ങൾ മിണ്ടാണ്ട് വായം പൂട്ടിയിരിക്കാനുള്ളതല്ല ക്ലാസ്. വായ തുറന്നാൽ നിങ്ങൾ പറയുക. ന്യൂ അഡ്മിഷൻ കൂട്ടി ശ്രദ്ധിച്ചവരോടൊക്കെ ചോദിച്ചാൽ എൻ്റെ സ്വഭാവം കേട്ടോ പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ന്യൂ അഡ്മിഷൻ ആയതുകൊണ്ട് അധികം ഞാൻ പറയാത്തത് കൊണ്ടാണ്. നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഇനി കണ്ടിന്യൂ ആയിട്ട് പെരുമാറാം കേട്ടോ. ഓക്കെ, നമുക്ക് എത്ര സബ്ജക്ട്സ് ഉണ്ട്? സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്. നമുക്ക് 5 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ബാക്കി ഇങ്ങനെ വേറെ അതർ സബ്ജക്ട്സ് PT, വർക്ക് എഡ്യൂക്കേഷൻ, ആർട്സ്, അതൊക്കെ തിയറിയും പ്രാക്ടിക്കലൊക്കെ നമുക്ക് മെയിൻ കമ്പ്യൂട്ടർ. അത് നമ്മൾ മെയിൻ സബ്ജക്ട്സ് അല്ല. ബട്ട് അത് നമ്മൾക്കൊരു ടീച്ചർ